വേണ്ട പേഴ്സണൽ എനിക്ക് ട്യൂഷൻ എടുക്കണ്ടോ? ഇയാൾക്ക് ട്യൂഷനില് കുട്ടികളെ പോലെയല്ലേ ടീച്ചർ ഇപ്പൊ പറയണത്? നീ എത്ര നേരമായി കക്കൂസ് പോയി കുത്തിയിരിക്കണു? അത് ഫോണുമായിട്ട് പോയാലേ ഇത് വരൂന്ന് കാത്തിരിക്കുക. അത് 6 മണിക്കൂറായിരുന്നു പോയിട്ട്. പുതിയ ദോശക്കല്ല് ദോശയും ചപ്പാത്തി ഒരേ കല്ലാണെങ്കിൽ ദോശ വരില്ല. അത് ഞാൻ കണ്ടിട്ട സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെ. ഞാൻ കഴിക്കട്ടെ, അങ്ങനെ വിട്ട കഴിക്കാൻ മാറിയില്ല. ഓക്കെ, അടുത്ത കമന്റ് ആൾക്കാർ ചിലപ്പോ പറയും ആമ്പ്രതലിക്ക് പ്രൈവസി കൊടുക്കൂ, ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പാവത്തിന്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കുക മനുഷ്യൻ വൃത്തികെട്ടവൻ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. കുറേ നാളായി ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചിട്ട് ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാനുള്ള യോഗ ഉണ്ട്. മറ്റേത് ബാറ്ററി കഴിഞ്ഞ് തീരാറാണ്, രാവിലെ കുത്തി വെച്ചിരിക്കുകയായിരിക്കും ഷൂട്ട് ചെയ്യണ നേരത്ത്. 9:15 കഴിഞ്ഞു. ഇതാപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് പിന്നെ മുട്ട ഉണ്ടാക്കിയില്ല പ്രോട്ടീന് വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ചിക്കനുണ്ട്, അതേമാതിരി ഉള്ളിച്ചമ്മന്തി ഉണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ധാരാളം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കണേ ആ വീഡിയോയിൽ ഒരു കമന്റ് വന്നിരിക്കുക, ഒരാൾ എഴുതിയിരിക്കുക, പ്രായമായിട്ടുള്ള അമ്മയല്ലേ, ആ അമ്മയ്ക്ക് ഒന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, ഒന്ന് പുറത്ത് കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, അപ്പൊ പുറത്ത് കൊണ്ടോണ്ടേ, നിങ്ങൾ ചെറുപ്പക്കാര് മാത്രം കറങ്ങിയാൽ മതിയെന്ന് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പോരാ, ശരിയാ പറഞ്ഞേന ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പുറത്ത് കറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നോ പറയാണ്ടോ? എനിക്ക് നല്ല ആഗ്രഹം ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കാൻ വയ്ക്കോ? അതന്നെ ഇപ്പൊ ഉണ്ടായിരിക്കണേ. ഇവിടുന്ന് എണീറ്റ് അടുക്കളയ്ക്ക് നടക്കാൻ നിങ്ങൾക്ക് വയ്ക്കോ? അയ്യോ, പിന്നെ എങ്ങനെ നിങ്ങൾ പുറത്ത് പോയി കറങ്ങണം? അതന്നെ ഉണ്ടായിരിക്കണേ. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. കാണുന്ന ആൾക്കാരിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ടെന്നു. അമ്മേനെ പുറത്ത് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ടല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഇരിക്കുന്ന റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ അമ്മ കിതയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പം പിന്നെ എങ്ങനെ ഞങ്ങൾ ഇറങ്ങണ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്? എല്ലായിടത്തേക്കും വീൽ ചെയറും കൊണ്ട് പോകുക അറിയുമ്പോൾ കുറച്ച് പെടാപ്പാടാണ്. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പൊതുവെ പുറത്തേക്ക് വരാത്തത്. അല്ലാണ്ട് അമ്മേനെ കൊണ്ടുപോകണ്ടെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അമ്മയ്ക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഇതാണ് ബുദ്ധിമുട്ട്. പ്രാക്ടിക്കൽ സൈഡ് അത്ര സുഖകരമല്ല കൊണ്ടുപോകെ, അതാണ്. വേണ്ട പേഴ്സണൽ എനിക്ക് ട്യൂഷൻ എടുക്കണ്ടോ? ഇയാൾക്ക് ട്യൂഷനില് കുട്ടികളെ പോലെയല്ലേ ടീച്ചർ ഇപ്പൊ പറയണത്? അങ്ങനെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ വർക്കൗട്ടിന്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല, അതിന്റെ ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, വർക്കൗട്ട് ചെയ്യണം, ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് പൊറപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാണിക്കാത്തതാണ്. ചെറിയൊരു ബെറ്റ് അതിനാണ് കാണിച്ചത്. ഇന്ന് ട്രൈസെപ്സ് ആയിരുന്നു വർക്കൗട്ട്, കൈയിൻ്റെ ദേണ്ട ഈ ഭാഗം, അടിഭാഗം. ശരി, ബാപ്പ കഴിക്കാട്ടോ. വിശക്കണില്ലേ? എന്താ 2 മണിയല്ലേ ആയിട്ടുള്ളൂ? 2 മണി അല്ലേ ആയിട്ടുള്ളൂ? എനിക്ക് വിശക്കുണ്ട്. ഇപ്പഴേ വിശക്കണുള്ളൂ? എനിക്ക് എപ്പോഴേ വിശക്കുന്നുണ്ട്. ഒരു പോയി കഴിക്ക. നീ എത്ര നേരമായി കക്കൂസ് പോയി കുത്തിയിരിക്കണു? അത് ഫോണുമായിട്ട് പോയാലേ ഇത് വരൂന്ന് കാത്തിരിക്കുക. അത് 6 മണിക്കൂറായിരുന്നു പോയിട്ട്. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് കുട്ടി, യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഒരു മനുഷ്യനും ഒരാണും കക്കൂസ് കയറിയിട്ട് പെട്ടെന്ന് വന്ന ചരിത്രമില്ല. അത് ഇവിടെ ഇന്ത്യയിലൊന്നല്ല, ലോകത്തെ മനസ്സിലാവണില്ല. നിമ്മതി കിടക്കണ ഒരേ ഒരു ഇടം ലൈഫിൽ. എടാ, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നില്ലേ 1 വർഷം 1.5 വർഷം മുമ്പ്? തോഷ്ണിവാള്, ഹിന്ദിക്കാരുടെ നോർത്ത് ഇന്ത്യൻ കമ്പനി. ആ കമ്പനിയിൽ നിന്ന് അവർക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കിട്ടും തോന്നുന്നുണ്ട്, കാരണം അവർക്ക് ആളില്ലല്ലോ. ഞാനല്ലേ അവിടെ 5-6 വർഷം ജോലി ചെയ്തിരുന്നത്. പക്ഷെ അവരാരും വീഡിയോ വർക്ക് ചെയ്യില്ല. എന്നെ വീഡിയോ റിലേറ്റഡ് വർക്കിന് വേണ്ടിയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം അവരൊക്കെ സ്റ്റാറ്റിക് ഡിസൈൻസ് ചെയ്യുന്നവരാണ്, ഞാനാണ് മോഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ബന്ധമുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. കിട്ടിയാൽ ഭാഗ്യം. മാമൂണിൽ കഴിഞ്ഞോ? അതെ, ഞാൻ കക്കോഫ് പോയതാണ്, അതാ കഴിക്കേ. 2:15 ലഞ്ചിന്റെ ടൈമാണ്. ഇന്ന് പിന്നെ ചോറുണ്ട്. ഇന്നലെ കൊടുത്ത നമ്മളെ ബിരിയാണി ഉണ്ടല്ലോ, അത് പിന്നെയും എടുത്ത് വെച്ചത് തന്നെ. പിന്നെ അമ്മൂൻ്റെ കാര കൂട്ടാൻ, പിന്നെ ചമ്മന്തി, കൊണ്ടാട്ടമുളക്, പിന്നെ എന്തുവാ തൈരുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ലേ? ഏതോ ഒന്നും കൂടി ഉള്ള പോലെ. ഓ, അത് അച്ചാറിനെയാണ്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ദേ അമ്മ അതാ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കണു. കഴിക്കൂ, ഞാരെ കാത്തിരിക്കുക. 2:15 നിങ്ങൾക്കതാ കൂട്ടാൻ വെച്ചിട്ടില്ലല്ലോ, ബിരിയാണി ചോറ് മാത്രമേ ഉള്ളല്ലോ.
നല്ല കുഞ്ഞാക്കി കൊടുക്കാനുള്ള ചോറാവ് ഏത് അത്. ഓ നിങ്ങളിതിനെക്കാട്ടും കൂടുതൽ കഴിക്കുമോ? ഇല്ല, ഞങ്ങളൊക്കെ ഞാൻ 2 പ്ലേറ്റ് ചോറുണ്ണോ, എന്നിട്ട് ഒരു കുഞ്ഞാണിക്ക് കൊടുക്കാനുള്ള ചോറും കൂടി ഇല്ല. ഞങ്ങളൊക്കെ ഡയറ്റിലാണ്. തരാലോ, ഇഷ്ടംപോലെ ചോറുണ്ടല്ലോ. ഇതാ ചെമ്പിരിക്കണു, ഇതാ വേണ്ടോളെടുത്ത് കഴിച്ചോളൂ. ഓക്കെ. നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അഡോബിൻ്റെ, ആ സോഫ്റ്റ്വെയറിൻ്റെ ഈ പറയുന്ന സാധനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ 1500 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഈ മാസം അവർ കൊണ്ടുപോയിട്ട് നേരെ 5000-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5500 സംതിങ്. അപ്പോൾ റേറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയും കുറച്ചാലേ പറ്റുള്ളൂ. ഈ 1500 1600 ആയിരുന്നു തോന്നുന്നുണ്ട്. അതൊന്ന് നേരെ 5500-ലേക്ക് മാസം നമ്മൾ കൊടുക്കണം. എന്തിന്? നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഡിസൈൻ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ അടുത്ത്. കുറച്ച് കിട്ടിയാൽ സന്തോഷം. ഇപ്പോൾ അവർ ഡിസ്കൗണ്ട് തരാൻ 2706 രൂപയ്ക്ക് പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കാട്ടിലും കുറച്ച് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം 5500 പറഞ്ഞോടത്തുനിന്ന് 3200-ലേക്ക് എത്തിയിട്ടുണ്ട്. 3199, അതായത് 3200 രൂപ മന്ത്ലി പേ ചെയ്യുന്ന പോലെ. അപ്പം നിങ്ങളൊക്കെ വീഡിയോസ് കണ്ട് സംഭവം വ്ളോഗ് വിജയിപ്പിച്ച് തന്നാൽ നമുക്ക് ഈ പൈസ ഒക്കെ ഈസി ആയിട്ട് എടുക്കാം. യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ സ്വന്തം പോകരുത്, പൈസ എടുത്ത് അടയ്ക്കണം. ഇതേ അവരുടെ മെയിലും വന്നു, മന്ത്ലി അടക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴേ വെള്ളം കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ബലം വെച്ചത്. ഭയങ്കര ബലമായിരുന്നു. കാരണം നമ്മൾ ഇവിടെ പൊടിപ്പിച്ച പൊടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. മറ്റേ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് മൈദ ഉണ്ടാവുമായിരിക്കും. അതായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ സംഭവം സോഫ്റ്റ് ആയിട്ട് വരും. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. മാവ് കുഴച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ചപ്പാത്തികൾ പരത്തി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പറുണ്ട്, അതിനകത്ത് വേറൊരു സെറ്റ് ലെയർ ഉണ്ട്. ബാക്കി ചപ്പാത്തികൾ ഇതാ പരത്തിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ആ ഗ്യാപ്പിൽ കൂടെ നമ്മളെ വാഷിംഗ് മെഷീനും ഓടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാ പരിപാടിയും കൂടി ഒറ്റയടിക്ക് കഴിയട്ടെ. 45 മിനിറ്റ് ഇനിയുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ പരിപാടി കഴിയും. നമുക്ക് മേലെ കൊണ്ടുപോയി തോലിടാം. അങ്ങനെ നമ്മൾ മൊത്തം ചപ്പാത്തിയും പരത്തിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചുടാൻ പോവുകയാണ്. കല്ല് വെച്ചു. എന്താണെന്നറിയില്ല, ചപ്പാത്തി ഉണ്ടാക്കാനും പരത്താനും ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. ഡയറ്റ് നോക്കാത്ത ഒരേ ഒരു പലഹാരം എന്ന് പറയുന്നത് ചപ്പാത്തി മാത്രമാണ്. അവന് ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞു. ഒരെണ്ണം ഇട്ട് കൊടുത്തത് ഫുള്ള് തിന്നിട്ട് അവിടെ പോയിക്കുക. സാധനം കാലിയാക്കി ഇവിടെ ഇട്ടതാ. അമ്മ പറയണ ഒരു കാര്യം എന്താ അറിയോ, ചപ്പാത്തി കല്ലിൽ ചപ്പാത്തി ഉണ്ടാക്കണം, ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കണമെന്ന്. പുതിയ ദോശക്കല്ല് ദോശയും ചപ്പാത്തി ഒരേ കല്ലാണെങ്കിൽ ദോശ വരില്ല. അത് ഞാൻ കണ്ടിട്ട് സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെ. നിങ്ങൾ കമന്റ് ചെയ്യൂ, ശരിയാണോ അല്ലേ? ഇന്നിപ്പോ ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കാപ്പി. കാപ്പിയിൽ മുക്കിയിട്ട് ചപ്പാത്തി കഴിച്ചവരൊന്ന് കമന്റ് ചെയ്യുകൊണ്ടു. സംഭവം നല്ല അടിപൊളിയാണ്. അമ്മ ചിരിക്കുക. രസമില്ലടാ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ട്? കുഴപ്പമില്ലേ? പുതിയ എക്സ്പീരിയൻസാ. ഇതൊക്കെ പഠിക്കണം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഈ കാപ്പിയിൽ മുക്കി കഴിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ദോശ മുക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദോശ മുക്കി കഴിക്കും. ഞങ്ങളൊക്കെ ചമ്മന്തി, ഈ ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് മസാല, പിന്നെ ഉള്ളി മസാല. അല്ല, ഉള്ളി വേഗം കട്ടിയാലേ പണിയുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. പക്ഷെ സത്യം പറയാലോ ചൂടത്ത് നിൽക്കാൻ തന്നെ വയ്യ. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. ഒരു സെറ്റ് ഇപ്പോൾ അലക്കാട്ടേ ഉള്ളൂ. അലക്കാട്ട് കഴിഞ്ഞപ്പോൾ അമ്മൂൻ്റെ അലക്കാണ്ട് ഇത്ര. ഇത് കൊണ്ടുപോയിട്ട് അലക്കാടട്ടെ. 2 സെറ്റും കൂടി ആകുമ്പോഴേക്ക് നല്ലൊരു സംഖ്യക്ക് ഉണ്ടാവും മൊത്തം അലക്കി ഉണക്കാനായിട്ട്. തോരിയുടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം അലക്കാനായിട്ടതിന് ശേഷം വേണം എനിക്കത് പോയിട്ട് കുളിക്കാൻ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അലക്കി കഴിയും. തോരിടുന്നതിന് മുമ്പ് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരണം. മേലെ തോരിടാനായിട്ട് ഒരു ലോഡ് തുണിയുണ്ട് ഇതിനകത്ത്. എൻ്റെ ഈശ്വരന്മാരെ, ഇതെപ്പോൾ തീരാനാവോ? മിനിമം ഒരു 15 കിലോ വെയിറ്റെങ്കിലും ഉണ്ടാവും തുണി. എടാ, ഇത് മൊത്തം ഒന്ന് വിരിച്ചിടണം. മേലെ തുറന്നോ കുട്ടി? നല്ല കാറ്റില്ലേ? ഞങ്ങള് കൊല്ലത്ത് ബീച്ചിൽ ന്യൂസിൽ വന്നതാ. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീച്ചിൽ പോയിട്ട് ആൾക്കാർ 11 മണിക്ക് ശേഷം പോയിട്ട് കിടന്നുറങ്ങുക. സംഭവം എന്താ വെച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് ഓഫ് ചെയ്തിട്ട് വെക്കുക. അതായത് ഒരു 10 മിനിറ്റ് കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കറണ്ടാണ് പോകും. പിന്നെ ഫാനും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ രാത്രി കിടന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ വെളുപ്പിക്കും, ജോലിക്ക് പോകണ്ടേ?
എന്നിട്ട് ബീച്ചിൽ വന്നിട്ട് പായം ഇതൊക്കെ എടുത്തിട്ട് തലയിടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കിടന്നുറങ്ങാം. അവിടെ വേറെ ഒന്നും വരില്ലല്ലോ കടിക്കാൻ. അവിടെ ഒന്നും എന്ത് വരാണ്, പാമ്പും ചാമ്പൊന്നും ഉണ്ടാവില്ല, ഞണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ കടന്നുറങ്ങാൻ പോകില്ല രാത്രി ആയാല്. അത് എന്നിട്ട് രാവിലെ അന്തസ്സായിട്ട് വീട്ടിൽ പോവാ, ജോലിക്ക് പോവാ. നല്ല കാറ്റുണ്ടോ? ഈ കാറ്റുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് എത്രമാത്രം ബ്രേക്ക് ആവുന്നുണ്ടാവും, അടിക്കുന്നുണ്ടാവും, ഒരുമാതിരി നോയ്സ് എന്നുള്ളത് എനിക്കറിയാം. ഭയങ്കര ബീച്ചിലുള്ള കാറ്റ് പോലെയാണ് ചെന്നൈയിൽ ഇത്, പ്രത്യേകിച്ചും ഈ ഭാഗത്തേക്ക്, ആവടി ഭാഗത്തേക്ക്. ഉള്ളിലേക്കൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല സൈക്ലോണൊക്കെ വന്നാൽ ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഏരിയയാണ്. റെഡ് അലർട്ട് കൊടുക്കുന്ന ഏരിയ ഇതാണ്. അങ്ങനെ മൊത്തത്തിൽ വിരിച്ചിട്ടിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞു. ഈശപ്പിന്റെ അസുഖം ഉണ്ടല്ലോ അല്ലേ? എല്ലാരും എന്നെ കണ്ട് ചിരിക്കണം. ഇപ്പൊ അതാണ് പ്ലാൻ അല്ലേ? എന്ത് ചിരിക്കല്? ഭക്ഷണം കഴിക്കല് ചിരിക്കല? ആ, കുറച്ചു മുന്നേ ഭക്ഷണം കഴിക്കാം, അത് എടുത്തു. പിന്നെയും കഴിക്കണ്ടോ? എനിക്ക് വിശക്കുണ്ട്. കഴിക്കണം. ആ, ഇപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ കമന്റ്സ് ഒരുപാട് വരും. വേണ്ട, ആരും കമന്റ് ചെയ്യരുത് ഗൈസ്. നിങ്ങളാരും കമന്റ് ചെയ്യരുത് ഗൈസ്. ഈ ആൾക്ക് ഇങ്ങനെ ആരും കമന്റ് ചെയ്യരുത് പ്ലീസ്. പാവം കുട്ടിയാണ് കേട്ടോ, പാവം കുട്ടിയാ, ഒന്നും ചെയ്യരുത്. ഞാൻ കഴിക്കട്ടെ, ഇങ്ങനെ വിട്ട കഴിക്കാൻ മാറിയില്ല. ഓക്കെ, അടുത്ത കമന്റ് ആൾക്കാർ ചിലപ്പോ പറയും, ആ മൃദുലയ്ക്ക് പ്രൈവസി കൊടുക്കൂ, ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പാവത്തിന്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കുക മനുഷ്യൻ, വൃത്തികെട്ടവൻ എന്ന് ചിലപ്പോൾ പറയും ആൾക്കാർ. അതുകൊണ്ട് നിർത്തുന്നു. എനിവേ, ഇന്നത്തെ കുട്ടി വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോകണം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.